നമസ്കാരം. ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്ന ഒരു സലാഡാണ്. എവരിഡേ സലാഡാണ്. എല്ലാ ഭക്ഷണത്തിൻ്റെയും കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മിക്കവാറും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സലാഡാണ് എവരിഡേ സലാഡ്. അപ്പം അത് ഇന്ന് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാണാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ നൈഫ്. എൻ്റെ പ്രിയപ്പെട്ടൊരു നൈഫാണിത്. കാരണം വളരെ തിന്നായിട്ട് നമുക്ക് ഇതൊക്കെ കൊണ്ട് അരിയാൻ പറ്റും. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വളരെ നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ കാബേജാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. കഴിഞ്ഞ സ്വിച്ചിൽ ഉപയോഗിച്ചതാണ്. ഇതിൻ്റെ പാക്കറ്റ് പുറത്ത് നമുക്ക് കളഞ്ഞേക്കാം. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാം. അത് നമ്മൾ നന്നായി നൈസായിട്ട് അരിയണേ, അല്ലെങ്കിൽ കാബേജിൻ്റെ ഒരു ടേസ്റ്റ് വരും നമുക്ക്. പിന്നെ അത് ഞാനത് കാബേജ് വ്യത്യാസമുണ്ടല്ലോ. അതായത് ശരിക്കും നമുക്ക് നല്ല നീളത്തിൽ കിട്ടേണ്ടതായത്, എന്നാലും അതിൻ്റെ ഇത് കിട്ടുള്ളൂ. എന്തുമാത്രം നൈസായിട്ട് അരിയണോ അത്രയും നൈസായിട്ട് അരിയണം. എന്നാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. ചിലർ ലെറ്റസ് ഒക്കെ ഉപയോഗിക്കും, പക്ഷേ എനിക്ക് ലെറ്റസ് എങ്ങനെ ഇഷ്ടം. ലെറ്റസ് നല്ലതാണ്, പക്ഷേ എനിക്കിഷ്ടം കാബേജ് ഉപയോഗിക്കുന്നത്. കാബേജിനാകുമ്പോൾ നമ്മൾ ഈ ഫാറ്റ് ബേണിങ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് കാബേജ്. പാത്രം ഇതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം അത് അപ്പം തന്നെ നമുക്ക് റാപ്പ് ചെയ്തേക്കാം. അപ്പം തന്നെ റാപ്പ് ചെയ്ത് സൈഡിലേക്ക് വെക്കുന്നു. അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ഇടും. ഞാൻ ഇഞ്ചി ഇടുന്നു. എനിക്ക് ഇഞ്ചി ഇടണം, എന്നാലും ടേസ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇടാറുണ്ട്. ഇഞ്ചി ആയാലും നമുക്കിത് വളരെ നൈസായിട്ട് വേണം അരിയാനത്. കഴിഞ്ഞ ദിവസം അരിഞ്ഞത് സൈഡും കാണിച്ച് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി അത് വളരെ നൈസായിട്ട് അരിക്കണം. എന്നാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇഞ്ചിക്കൊരു കയ്പുണ്ടല്ലോ, കയ്പ് കിട്ടും. അതുകൊണ്ട് ഇഞ്ചി വളരെ നൈസായിട്ട് തിന്നായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇഞ്ചി ഇടാൻ പോകരുത്. കാരണം നമ്മൾ പച്ചക്കാണ് കഴിക്കുന്നത്. പച്ചക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുക്കുക. അതിനുശേഷം വളരെ നൈസായിട്ട് തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് പിന്നെ അതൊന്നും കൂടെ അരിഞ്ഞ് എടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറ്റും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഇഞ്ചിയുടെ ചുവയായിട്ട് അത് കഴിക്കാൻ ഭയങ്കര പാടാണ്. അത് നമ്മൾ ഇതിനകത്ത് വെതറി ഇടണം. അപ്പോൾ എല്ലായിടത്തും പറ്റി പിടിച്ചോളൂ അത്. പിന്നെ അടുത്ത് നമ്മളിടുന്നതാണ് വേറെ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്, നമ്മുടെ ചെറുനാരങ്ങ. അത് നമ്മുടെ പണ്ട് തന്നെ ഉണ്ടായത് കേട്ടോ, ചെറുനാരങ്ങ. അത് ചെറുതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ അത് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും. ടേസ്റ്റ് അല്ല, അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഈ ചെറുനാരങ്ങ നമ്മൾ ഈ ജ്യൂസ് ഇടുന്നതിന് പകരം ഇതും കൂടെ അരിഞ്ഞിടണം. പക്ഷെ അത് വളരെ തിന്നായിട്ട് അരിയാവുള്ളൂ. ഏറ്റവും ഇതെല്ലാം തിന്നായിട്ട് അരിയണം. തിന്നായിട്ട് അരിഞ്ഞിട്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് സ്ലൈസ് എടുത്തിട്ട് ഇതിനത് വിതറിയിടണം. ജസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിൽ ഇങ്ങനെ വിതറിയിടണം. അപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അപ്പം തന്നെ ഇപ്പോൾ ചെയ്യുന്ന അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് പോകണേ. അതല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ സമയമില്ല. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ കുക്കുംബറൊന്നും എടുക്കാതെ കുക്കുംബർ ഇടുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന കോണ്ടിനെൻ്റൽ കുക്കുംബറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് താല്പര്യം. നമ്മൾ ഒരു ഇത്ര കവറിങ്ങാണ്. കളഞ്ഞിട്ട് എല്ലാം കൂടുതലേക്ക് എപ്പം ഇട്ടേക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് തിന്നായിട്ട് ഞാൻ അരിയാതെ ആണല്ലോ. അതിൻ്റെ ഒരു കയ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തുമാത്രം ചെറിയ കണത്തിലാണ് അരിയും ഞാൻ. അല്ലാണ്ടൊന്ന് അത് ചുമ്മാ കിട്ടാൽ മതി. കാരണം തീർത്തും കനത്തിൽ അരിഞ്ഞുകൊണ്ട് രണ്ടാമത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ടൊമാറ്റോ എടുത്തു. അതാണ് ഞാൻ ഹാഫ് അങ്ങ് എടുത്തിട്ട് അത് പെട്ടെന്ന് കളയുക ചെയ്യാം. കുരുവെല്ലാം കളഞ്ഞിട്ട് അത് തിന്നായിട്ട് അരിയുന്നത്.
വെച്ചാൽ ഈ സ്ഥലം നമ്മൾ എപ്പോഴും തിന്നായിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടോ അതിൻ്റെ ടേസ്റ്റ് കിട്ടായിരിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ആ കാഠിന്യമുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അത് കൊടുത്തിട്ട് പ്രത്യേകം ഇട്ടേക്കണം. അതിൻ്റെ അകത്തോട്ട് തന്നെ പിന്നെ നമ്മൾ എന്താ ഇഞ്ചി ഇട്ടു, ഇതിട്ടു. ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിയും കിടണം, ചുവന്നുള്ളി ഇട്ടേക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ് നല്ലതാണ്, അത്രയും ഇതൊക്കെ പോയി കിട്ടാനായിട്ട്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് ഇതേപോലെ നമുക്ക് തിന്നായിട്ടായിരിക്കണം. തിന്നായിട്ടായിരിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഓരോരുത്തർ കിടന്നായിട്ടാകട്ടെ പാത്രത്തിലേക്ക് തന്നെ കിട്ടാൻ മതി. അപ്പോൾ നമ്മളത് ഇത് ഞാൻ എന്തോ ഒരു സാധനം മിസ് ചെയ്യുന്ന ഒരിക്കലും ഇതാണ്. അത് കഴുകി വെച്ചേക്കുന്ന കേട്ടോ. ഇത് രണ്ടും അറ്റം കഴിയിട്ട് അത് സൈഡ് കഴിയും. അതുപോലെ എടുത്തിട്ട് അതുകൊണ്ട് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ടാൽ മതി. ഇത് നമ്മൾ മെയിനായിട്ട് വെച്ചാൽ വീട്ടിലിരിക്കുന്ന വെജിറ്റബിളെല്ലാം കണ്ടു ചെയ്തുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഇത് നമ്മുടെ റെഡ് ക്യാബേജ് കിട്ടുവാണെങ്കിൽ കുറച്ച് ഇടാവുള്ളത്. സാധാരണ നമ്മൾ ഗ്രീൻ ക്യാബേജ് ഇടുന്നത്ര ഇടേണ്ട കാര്യമില്ല. ഒരു കുറച്ച് എടുത്തിട്ട് അങ്ങനെ ഇടണം. മുളത്തേക്ക് ആദ്യം കുളിച്ച് പറഞ്ഞേക്കാം. കുളിച്ച് റബ്ബിഷ് അപ്പോൾ തന്നെ ഈ സാധനം നമ്മൾ റബ്ബിഷ് ക്ലീൻ ചെയ്യണം. ഒരു റബ്ബിഷ് ഇവിടെ വെക്കരുത്. എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞേക്കാം. ജസ്റ്റ് കളർഫുള്ളായിട്ട് തന്നിട്ട് ഇത് പ്രത്യേകം വെച്ചാൽ ഈ സാധനം എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാത്രത്തിൽ വെള്ളം ആ വെള്ളത്തിനകത്തിട്ട് അതിൻ്റെ കളർ കളയണം. ഒന്നിട്ടൊന്ന് നിർത്താൻ മതി, വലിയ കാര്യമുള്ള കേസല്ല. അത് ഇട്ടു. പിന്നെ അതൊക്കെ തന്നെ നമ്മൾ റാപ്പ് ചെയ്ത് വെക്കണം. അപ്പം തന്നെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാണല്ലോ അതിൻ്റെ പരിപാടിയും തീർന്നു. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഇടാനുള്ളത്? അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ഒന്ന് വഴി എന്നോട് വേറെ സാധനം കേട്ടോ, വേറെ സാധനം ഇടണം. എന്നിട്ട് തന്നെ കലമാറ്റ ഒലീവ്. ഈ കലമാറ്റ ഒലീവ് നമുക്ക് ഇച്ചിരി ഒന്ന് എന്താ ഒരു 2-3 പീസ് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിന് ഒരു സ്പൂൺ എടുത്തേക്ക് ഒരു 3-4 മിനിറ്റ് ഇടണം. നല്ല ടേസ്റ്റാണ്. അതിനെ അരിഞ്ഞു വേണം ഇടാം, അല്ലെങ്കിൽ ചെറുതായിട്ട്. ഞാൻ എല്ലാ സാധനം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുന്നുണ്ടല്ലോ, എല്ലാം ടേസ്റ്റ് കിട്ടണം. എനിക്ക് ഈ കലമാറ്റ ആണ് ഇഷ്ടം കേട്ടോ, നല്ല ടേസ്റ്റാണ്. സലാഡിനകത്ത് ഇടാൻ നല്ലതാണ്. സലാഡിനകത്ത് ഇടുന്നു, എല്ലാം കൂടെ വിതറി ഇടുന്നു. പിന്നെ അതിൻ്റെ വേണമെങ്കിൽ സ്വല്പം ജ്യൂസ് ഒഴിച്ചിടണം. കലമാറ്റ ജ്യൂസിൻ്റെ സ്വല്പം ജ്യൂസ് അത്ര മതി. സ്വല്പം കുടിച്ച് അതാകുമ്പോൾ വിനീകരണത്തെ പോകും. അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് വെച്ച ഇതുണ്ടല്ലോ, വാഷ് ചെയ്ത് വെച്ച് ചെറുപ്പം വെച്ച് കനക്കൊള്ളുണ്ടല്ലോ എന്നിട്ട് ആ റെഡ് ക്യാപ്സിക്കം കൂടെ എടുത്തിട്ട് നമുക്ക് റെഡ് ക്യാബേജ് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ടിടണം. റെഡ് ക്യാബേജ് ഇച്ചിരി വലുതായിപ്പോയി ഇപ്പോൾ അരിഞ്ഞത്. റെഡ് ക്യാബേജ് സ്റ്റൈലാണ് തോന്നാൻ. അതിൻ്റെ വെള്ളം അപ്പം തന്നെ വെള്ളം കാണിക്കണം. ആ പാത്രം റെഡി. അത് കഴിഞ്ഞ് മിക്സ് ചെയ്തേക്കാം. അതിനൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇത് പിന്നെ വേറെ മിക്സിങ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരുമാതിരി ടേസ്റ്റാണ് ഉണ്ട് ഇപ്പം തന്നെ. കാരണം മിക്സ് ചെയ്തേ കഴിക്കുവാനല്ലേ എല്ലാ വെജിറ്റബിൾസും കിട്ടും. നമ്മുടെ പിള്ളേർക്കൊക്കെ തന്നെ വലിയ ഇഷ്ടമാണ്. പിള്ളേർക്ക് എല്ലാവർക്കും നല്ല സാധനമാണ്. ക്യാബേജ് ഇപ്രാവശ്യം ഒരു പ്രത്യേക രീതിയിൽ കാപ്പിലാണ്. അതുകൊണ്ടാണ് ഈസി പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം എന്താ വേണ്ടേ,
ഇതാണ് നമ്മുടെ സാധനം. പെട്ടെന്ന് ഉണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ സലാഡ്. ഇവരുടെ സലാഡ് എന്ന സാധനം. ഇത് ഞാൻ നമ്മുടെ ഗസ്റ്റിനായിട്ട് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒരു ചെറിയ ഗണിഷിയുമാണ് കംകാട് എന്ന് പറഞ്ഞ സാധനം. ഇത് സോട്ട് ത്രോട്ടിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകണം ഗസ്റ്റിന്. ഇത് നമ്മുടെ ജഡ്ജസിന് കൊടുക്കാനുള്ളതാണ്. ജഡ്ജസിൻ്റെ ഫേവറേറ്റ് സാധനമായിട്ട് വെച്ച് പ്രസൻറ്റ് ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത ജഡ്ജ് നമുക്ക് ഇന്ന് 2 ജഡ്ജിമാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്ത ജഡ്ജ് എന്താണ് ഇവിടെ വന്നിട്ടില്ല. മെയിൻ ജഡ്ജിമാർ 2 പേരുണ്ട്, അവർ വന്നിട്ടില്ല. അപ്പോൾ അവർക്കുള്ളതും നമ്മുടെ മെയിൻ ജഡ്ജ് ഒരു ജഡ്ജ് വന്നിട്ടുണ്ട്. അന്ന അവളാണ് ഇപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറയും. You can taste? I can taste the lemon juice and the cucumber and all the flavors together. I especially like the ginger flavor and how all these vegetables mixed nicely together. They give it a nice taste and is very tasty, and I would recommend everyone to eat this. Yeah, this is very healthy salad. കാരണം അതിനകത്ത് ക്യാബേജ് നമുക്ക് എന്താ പറയുന്നത് ഫാറ്റ് ബേണിങ് ആയിട്ടുള്ള സ്റ്റഫാണ്. നമുക്ക് വയറ് കൂടുതലുള്ള ആൾക്കാർക്ക് വയറ് കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ജിഞ്ചർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വയറിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇത് അടുത്താണ് നമ്മുടെ അടുത്ത ജഡ്ജാണ് റോഷൻ. അദ്ദേഹം എന്താണ് ഇത് കഴിച്ചിട്ട് പറയാനുള്ളത് നോക്കട്ടെ. റോഷൻ കഴിച്ചേടാ, എങ്ങനെയുണ്ട്? Oh, it's a 10 out of 10. 10 out of 10. Wow, thank you, Roshan. Really taste the olives really well. And the lime. കാരണം ലൈം നമ്മൾ കട്ട് ചെയ്തിട്ട് നിനക്ക് ഭയങ്കര ഒരു നല്ല ടേസ്റ്റ് ആണ് അല്ലേ? അതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു നിനക്ക് അതിൻ്റെ അകത്തെ അനിയൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റെഡ് ഒനിയൻസ് ഇല്ല. ഓക്കെ, വെൽ നിനക്ക് ഏതാ? Onions, you like it? It's not too strong, eh? I can taste the lemon skin. Eh? I can taste the lemon skin. You can. Oh, lemon skin, അല്ലേ? ലെമൺ സ്കിൻ നല്ല ടേസ്റ്റ് അല്ലേ തരുന്നേ? വെരി ഗുഡ്. Thank you for watching. താങ്ക് യു കിഡ്സ്. നമ്മുടെ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്സ് തന്നെയാണ്. അവർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാലത്തിന് അവരെന്നും നന്നായിട്ട് കഴിക്കുന്നതാണ്. നമുക്കിത് വീട്ടിൽ എന്നും ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ സിമ്പിളാണ്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൂട്ടി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സലാഡാണ്. വളരെ ഹെൽത്തി.